ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ദൂരെയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാലക്കാട് ജില്ലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ മലമ്പുഴയുടെ അടുത്തുള്ള സഫാരി പാർക്കിലേക്കൊന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 8-10ഓളം പേരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത്. ഇപ്പോൾ നമ്മൾ മലമ്പുഴ എത്താറായി. മലമ്പുഴ കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റും കൂടെ കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ പാലക്കാട് കൂടിയുള്ള യാത്ര. ഇപ്പം നമ്മൾ ഏകദേശം മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞു. ഇപ്പം മലമ്പുഴ ഡാമെത്തി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയില്ല. നമ്മൾ നേരത്തെ അവിടെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡാമിലൊന്നും ഇറങ്ങിയില്ല. ഇത് സ്നേക്ക് പാർക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ പോയതുകൊണ്ട് ഡാമിലൊന്നും ഇറങ്ങിയില്ല. ഇത് ഡാമിലെ വെള്ളമാണ്. അതിൻ്റെ സൈഡ് വ്യൂ ആണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റും കൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല മരങ്ങളും വള്ളികളും. നമുക്ക് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകുമ്പോൾ ഇതിനെക്കാട്ടിലും കാഴ്ചകളാണ്. ഇപ്പം നമ്മളിവിടെ ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് നമ്മൾ ഈ സഫാരി പാർക്ക് ഉള്ളത്. ഇപ്പം ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലമെത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഫാരി പാർക്ക് എത്താറായിട്ടുണ്ട്. നിറയെ മരങ്ങളുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആനക്കലിൻ്റെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇതാണ് സഫാരി പാർക്ക്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറി. അപ്പോൾ ഇതിലൊക്കെ കണ്ടപ്പോൾ നമ്മളതിൽ ഒരുപാട് ഗെയിംസും കുട്ടികൾക്കുള്ള അഡ്വഞ്ചറസ് ഗെയിംസും എല്ലാം ഉള്ളതാണെന്നാണ് ഇതിൽ കണ്ടത്. പക്ഷെ അകത്ത് പോയപ്പോൾ അത്ര ഇതില്ല. നമ്മൾ കുതിര ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ എത്തിയതും മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഷൂട്ടിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷെ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ വളരെ നല്ലതായിരുന്നു. കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട് ഇതിൽ. ഇതൊരു റൈഡാണ്, ബുള്ള് ഇതിൻ്റെ. പിന്നെ ഇതൊരു റൈഡാണ്. ഇപ്പോൾ മഴ ഉണ്ടെങ്കിലും ഞങ്ങൾ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ അവിടെ നിന്ന് കറങ്ങുകയൊക്കെ ചെയ്തു. പിന്നീട് ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ, അതാണിത്. പിന്നെ ഇത് സൈക്ലിംഗ് ആണ്. ഇതിങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് വരാൻ പറ്റും. പിന്നെ ഇത് ഇതുപോലെ ഒരു ഇത് ഗെയിമും കൂടി ഉണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഒരുപാട് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങുന്ന ഈ ഊഞ്ഞാല് പോലത്തെ ഇതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വിചാരിച്ച പോലൊരു ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഈ സഫാരി പാർക്കിലുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കവ എന്ന് പറഞ്ഞൊരു പോയിന്റ്. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ തന്നെ പിൻഭാഗത്താണ് നമ്മളെത്തുക. അതായിരുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ യാത്രയിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ കവയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് നമ്മൾ ആനയും കാട്ടാനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആന കടുവ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡ്. ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇവിടെ പോയേ പറ്റൂ. അത്രയ്ക്ക് ഈ റൂട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അത്യാവശ്യം വീടുകളുടെ ഇടയിലൊക്കെ ഉണ്ട്.
വലിയ വലിയ വള്ളികളോടുള്ള മരങ്ങളും എന്താ പറയാന്നറിയില്ല. ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇപ്പോൾ എല്ലാവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ എത്താറായി കഴിഞ്ഞു. വലിയ വലിയ പാറകളും മലനിരകളൊക്കെ ഉള്ള സ്ഥലമാണിത്. കണ്ടോ, ഓരോരുത്തർ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മഴയുള്ളത് കൊണ്ട് കാര്യമായിട്ട് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. വലിയ വലിയ വള്ളി പടർപ്പുകളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പാറകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവും നമ്മൾ മൈസൂർ വനത്തിൽ കൂടെയൊക്കെ പോകുന്ന പോലെ. ഇടയിലൊക്കെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും എല്ലാം ഉണ്ട്. പേടി തോന്നുമെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ നമ്മൾ സേഫായിരിക്കും. ഇപ്പം നമ്മൾ കവയിലെത്തി. അപ്പോൾ ഇതാണ് കവ, മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണിത്. അപ്പോൾ ഇതൊരു ദ്വീപ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. വേനൽക്കാലത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല അത്രയ്ക്കൊന്നും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇത്രയും വെള്ളമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നടുവിൽ ഇങ്ങനെ പാറ പോലെയും ചുറ്റും വെള്ളം അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല, കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ പാറ നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തു ചെറുതായിട്ട്. നല്ല സ്ഥലമായിരുന്നു. ഇവിടെ നമുക്ക് ചെറിയ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കഴിക്കാനും. കോൺ അതൊക്കെ കിട്ടും നമുക്ക് കഴിക്കാൻ. കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും പോയില്ല. ഇതാണ് ഇവിടുത്തെ കടകളൊക്കെ. അപ്പോൾ ഇവിടെ കുരങ്ങൊക്കെ വരുന്നുണ്ട്. ഇതാ കുറേ കുരങ്ങുകളെ കണ്ടുവന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഈ യാത്ര ഭയങ്കര മനോഹരമായിരുന്നു. എനിക്കിവിടെ പോയതാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ളവരാണെങ്കിലും വേറെ എവിടെന്നെങ്കിലും വരുന്നവരാണെങ്കിലും മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.